ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഷവായാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടുള്ള ചേരുവകൾ നോക്കാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. 2 തക്കാളിയും 2 സബോളയും മിക്സിയിലടിച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക. ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. ഒരു പാത്രം എടുത്ത് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് യോജിപ്പിക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും പൊടി, മാഗി ക്യൂബ്, 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ സുർക്ക, ഇവയെല്ലാം ചേർത്ത് നന്നായി പുരട്ടി വയ്ക്കുക. എരിവ് കുറവായതുകൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചിക്കനിലെ ഓവർ മസാലകൾ മാറ്റി ലോ ഫ്ലെയിമിലിട്ട് നമുക്കത് വറുത്തെടുക്കാം. ചിക്കനിൽ നിന്ന് മാറ്റി വെച്ച മസാല ഷവായ മസാല ഉണ്ടാക്കാനാണ്. ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പുറവും നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെന്തു വന്ന ചിക്കൻ കോരിയെടുത്ത അതേ പാത്രത്തിൽ 1 ടീസ്പൂൺ ബട്ടർ ഒഴിക്കുക. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി വറ്റിച്ചെടുക്കാം. അപ്പോൾ മസാല നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗ്രേവി നന്നായി ചിക്കനിൽ പിടിക്കണം. ഷവായ മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടി 5 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ ചിക്കനിൽ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഷവായ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് സർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. ബൈ.